കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും മുഖമുദ്രയായ നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാർട്ടിയുടെ തന്നെ സൗമ്യമുഖനായ തെന്നലെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് എന്നതിനപ്പുറം പാർട്ടിയുടെ ഏറ്റവും എല്ലാവരെയും സൗമ്യ ഭാവത്തോടുകൂടി അല്ലെങ്കിൽ സൗമ്യനായി ചിരിച്ച ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ തെന്നലയെ കുറിച്ച് പറയാൻ കഴിയും. അത്രയധികം ആയിരുന്നു അദ്ദേഹത്തിന് കോൺഗ്രസ്കാർക്ക് ഇടയിലും ഒപ്പം പൊതുജനങ്ങൾക്കും ഇടയിലും ഉണ്ടായിരുന്ന ഒരു മതിപ്പ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 2001 വലിയ ഭൂരിപക്ഷത്തോടുകൂടി സംസ്ഥാനത്തെ UDF അധികാരത്തിൽ വരുന്ന സമയത്ത് തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു KPCC പ്രസിഡന്റ്. അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴേക്കും അടുത്ത ആളിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റൊരാളിനെ കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ K മുരളീധരനെ അന്ന് KPCC പ്രസിഡന്റ് ആക്കുമ്പോൾ ഹൈക്കമാൻഡ് അംഗങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ തെന്നല ബാലകൃഷ്ണപിള്ളയോട് പറയും താങ്കൾ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയണം, പകരം അത് ഒരു ഒത്തുതീർപ്പിന്റെ ഫോർമുല എന്ന നിലയ്ക്ക് K മുരളീധരനെ KPCC പ്രസിഡന്റ് ആക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചപ്പോൾ തന്നെ ഹൈക്കമാൻഡിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്ക് ചില ഒത്തുതീർപ്പുകൾ അനിവാര്യമാണ്, അതുകൊണ്ട് തൽക്കാലം എന്നെ ഒഴിവാക്കുക, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി എന്നും കോൺഗ്രസിനൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ് സ്വയം ഒഴിഞ്ഞു മാറിയ ഒരു നേതാവ്. അതാണ് കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാവരും ഓർക്കുന്ന സമയം. ഒപ്പം അദ്ദേഹത്തിൻ്റെതായ പലതരത്തിലുള്ള സംഭാവനകളുണ്ട്. നമുക്ക് വിസ്മരിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന ശബരിമല ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അതില്ല. ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആജീവനാന്ത പ്രസിഡന്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും, അത് പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായി പല ആളുകളുമായൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ച് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കേണ്ട കാര്യത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മാത്രവുമല്ല 2 പ്രാവശ്യമാണ് അദ്ദേഹം അടൂർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത്. അദ്ദേഹം MLA ആവുന്നു. ഒപ്പം 3 പ്രാവശ്യം രാജ്യസഭ അംഗവും ആയിട്ടുണ്ട്. പല ആവർത്തി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഉണ്ടെങ്കിലും അതിനോടൊന്നും താല്പര്യമില്ലാതെ സ്വന്തം മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, കോൺഗ്രസിന്റെ നന്മ, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു സൗമ്യനായ മുഖമാണ് ഇന്ന് കോൺഗ്രസിനെയും ഒപ്പം കേരളത്തെയൊക്കെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് നമുക്ക് പറയാൻ വരും. കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വരെ അദ്ദേഹം സജീവമായി KPCC ആസ്ഥാനത്ത് എത്തുമായിരുന്നു. ഏതെങ്കിലും പുതിയ നേതാക്കന്മാർ ചുമതലയേൽക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിപാടികളിലോ ഒക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. കോൺഗ്രസ് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ എത്തുമ്പോഴെല്ലാം തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരും തെന്നല ബാലകൃഷ്ണയുടെ പേര് തന്നെയായിരുന്നു. മാത്രവുമല്ല, കോൺഗ്രസിന്റെ മറ്റേതെങ്കിലും തരത്തിൽ അച്ചടക്ക സമിതിയുമായി ബന്ധപ്പെട്ട ഉള്ള പ്രശ്നങ്ങൾ ഉയരുകയാണെങ്കിൽ അദ്ദേഹത്തെ തന്നെ അച്ചടക്ക സമിതി ചെയർമാനാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. കാരണം തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന സൗമ്യനായ മനുഷ്യൻ കോൺഗ്രസിനകത്ത് എന്ത് സംസാരിച്ചാലും അത് ഉൾക്കൊള്ളുവാൻ, അത് മുഖവിലക്കെടുക്കാൻ തയ്യാറായിരുന്ന അണികളും ഉണ്ടായിരുന്നു, നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം ഒരു പക്ഷത്തിന്റെ ആളായി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു പക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് തെന്നലയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, തെന്നലയ്ക്ക് കുറെ പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ തന്നെ അങ്ങനെ തന്നെയാണ് പറയപ്പെടുന്നത്. എത്രയും സൗമ്യനായ മനുഷ്യൻ, അതുപോലെ അത്ര ഭംഗിയായി വസ്ത്രം ധരിച്ചെത്തുന്ന മനുഷ്യൻ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് KPCC ആസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിനെ ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തേക്ക് ആളുകൾ അദ്ദേഹത്തെ ചെന്ന് കാണുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നു. അതോടൊപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവസാന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ നേതാക്കന്മാർ ചിലരൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി കാണുന്നത് അദ്ദേഹത്തിനെ ആയിരുന്നു. അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിനോട് വിവരങ്ങൾ ചോദിച്ച് മടങ്ങുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. കോൺഗ്രസിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം ഒരു കോൺഗ്രസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ നല്ല തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയും കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച്